മുന്നറിയിപ്പില്ലാതെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും താൽക്കാലിക ജീവനക്കാരെ സീഡിറ്റ് പിൻവലിച്ച സംഭവത്തിൽ അടിയന്തര ഇടപെടലുമായി ട്രാൻസ്പോർട്ട് സെക്രട്ടറി എം വി ഡിയുമായുള്ള സീഡിറ്റിൻ്റെ കരാർ പുനഃസ്ഥാപിക്കും. ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അതേസമയം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് സീഡിറ്റ് ഡയറക്ടർ ഇറക്കിയ ഉത്തരവ് പിൻവലിച്ച് പുതിയ ഉത്തരവും ഉടനെ ഇറക്കും. കരാറിലെ വ്യവസ്ഥകൾ ലഭിച്ചുകൊണ്ട് സീഡിറ്റ് എം വി ഡിയിൽ നിന്നും സേവനങ്ങൾ പിൻവലിച്ചത് ജനം ടി വി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനം ഇമ്പാക്റ്റ് സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, വിശദാംശങ്ങൾ. അനിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് സീഡിറ്റിന് നൽകാനുള്ള തുക, ഈ സേവനത്തിനുള്ള പ്രതിഫല തുക ഏറെ നാളായി കുടിശ്ശികയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ സീഡിറ്റ് നോട്ടീസ് കൊടുക്കുകയും തുടർ നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കരാർ പുതുക്കാനോ 2010 മുതൽ സീഡിറ്റിന്റെ സേവനം മോട്ടോർ വാഹന വകുപ്പ് ലഭ്യമാക്കുന്നതാണ്. എന്നാൽ അത്തരത്തിൽ സേവനം തുടരുന്നതിനുള്ള ഒരു സംവിധാനവും ഒരുക്കാത്ത പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 17-ാം തീയതി ഇത്തരത്തിൽ സീഡിറ്റ് സേവനങ്ങൾ നിർത്തിവെക്കുന്നതായി കാണിക്കുകയും ഇത്തരത്തിൽ സേവനം നൽകുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്ന കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടും ഉത്തരവിറക്കിയത്. ഇതിനുശേഷം ഇവർ പുറത്തുനിന്നും ചിലരെ വിളിച്ചുകൊണ്ട് വിവിധ ഓഫീസുകൾ, RTO ഓഫീസുകളിലും മറ്റും ഈ സേവനങ്ങൾ നേടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എന്നാൽ അത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയാതെ വന്നതോടെയാണ് അടിയന്തരമായി ഇന്ന് ചർച്ച നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുടിശ്ശിക എത്രയും വേഗം തീർത്തു നൽകാനും അതോടൊപ്പം തന്നെ കരാർ പുതുക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ഈ കരാർ പുതുക്കുമ്പോൾ അവിടെ സേവനം ലഭ്യമാക്കുന്നതിനായി സീഡിറ്റ് പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ട് പുതിയ ഉത്തരവിറക്കാനും തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് സേവന വേതന വ്യവസ്ഥയിലും പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവരാനും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇല്ലാതെ മോട്ടോർ വാഹന വകുപ്പിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന ഒരു സാഹചര്യം വന്നതോടെയാണ് ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നത്. ആ രീതിയിൽ നടന്ന ചർച്ചയിലാണ് സീഡിറ്റിന്റെ ചെയർമാൻ അടക്കം പങ്കെടുത്തുകൊണ്ട് നടന്ന ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. മുന്നറിയിപ്പില്ലാതെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും താൽക്കാലിക ജീവനക്കാരെ സീഡിറ്റ് പിൻവലിച്ച സംഭവത്തിൽ അടിയന്തര ഇടപെടലുമായി ട്രാൻസ്പോർട്ട് സെക്രട്ടറി എം വി ഡിയുമായുള്ള സീഡിറ്റിൻ്റെ കരാർ പുനഃസ്ഥാപിക്കുമെന്ന് ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. അതേസമയം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് സീഡിറ്റ് ഡയറക്ടർ ഇറക്കിയ ഉത്തരവ് പിൻവലിച്ച് പുതിയ ഉത്തരവ് ഉടൻ ഇറക്കും. കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് സീഡിറ്റ് എം വി ഡിയിൽ നിന്നും സേവനങ്ങൾ പിൻവലിച്ചത് ജനം ടി വി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.